ആ യുദ്ധരണാങ്കണത്തിലെ 3 കമാൻഡർമാർ മരിക്കുകയാണ്. അങ്ങനെ പതാക നേരെ ഖാലിദ് ബിൻ വലീദിൻ്റെ കരങ്ങളിലേക്ക് എത്തുകയാണ്. ഖാലിദ് ബിൻ വലീദിൻ്റെ 9 വാളുകളാണ് ഒടിഞ്ഞു പോയിട്ടുള്ളത്. തൻ്റെ യുദ്ധതന്ത്രങ്ങളും യുദ്ധസാമർഥ്യവും കൊണ്ട് യുദ്ധം ജയിക്കുകയാണ്. നബി തങ്ങളുടെ വാ കൊണ്ട് സൈഫുള്ള അഥവാ അള്ളാഹുവിൻ്റെ പടവാൾ എന്ന നാമം കിട്ടുകയാണ്. ഭയവും ബഹുമാനവും ഒരേപോലെ ഖാലിദിൻ്റെ പേരിൻ്റെ മുന്നിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ നബി തങ്ങളുടെ മരണശേഷം ഉമർ റളിയല്ലാഹു അൻഹുയുടെ ഖിലാഫത്തിൻ്റെ സമയത്ത് ഇതേപോലെ യർമുക്ക് യുദ്ധരണാങ്കണത്തിലും തൻ്റെ സാമർഥ്യവും തൻ്റെ യുദ്ധതന്ത്രവും കൊണ്ട് ജയിക്കുകയുണ്ടായി. ഖാലിദില്ലാതെ യുദ്ധമില്ല, ഖാലിദ് ഉണ്ടെങ്കിലേ യുദ്ധമുള്ളൂ, ഖാലിദാണ് യുദ്ധത്തിൻ്റെ കാതൽ എന്നൊരു ചർച്ച മുഴുവൻ പരന്നു തുടങ്ങി. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് തൻ്റെ പ്രൈം ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ഥാനം നീക്കം ചെയ്യുകയാണ്. കമാൻഡർ സ്ഥാനത്ത് നിന്ന് സാധാരണ ഒരു യുദ്ധ സൈനികനിലേക്ക് ഖാലിദിനെ മാറ്റുകയാണ്. ഉമറിന് എന്താ ഖാലിദിനോട് അസൂയയാണോ, ഇവർ തമ്മിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, കോൺഫ്ലിക്റ്റ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് ചർച്ചകളായി. പക്ഷെ ഖാലിദ് ഒരു ചർച്ചയ്ക്കും നിന്നില്ല, ഒരു സംശയത്തിനും നിന്നില്ല. എന്താണോ തന്നോട് പറഞ്ഞത് അത് മാത്രം അക്സെപ്റ്റ് ചെയ്ത് സാധാരണ ഒരു സൈനികനെ പോലെ തൻ്റെ കഴിവുകൾ ആ മേഖലയിൽ തെളിയിക്കുകയായിരുന്നു. ഈ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും വിജയങ്ങൾ കൈവരിച്ചാൽ പിന്നെ നമ്മൾ ആരോ ആയി എന്തോ ആയി, നമ്മളില്ലാതെ പിന്നെ നടക്കില്ല എന്നൊരു ധാരണ നമുക്കുണ്ടാവും അല്ലേ. ഖാലിദല്ല യുദ്ധം ജയിക്കാനുള്ള കാരണം, അള്ളാഹുവാണ് യുദ്ധം ജയിക്കാനുള്ള കാരണം എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഉമർ അങ്ങനെ ചെയ്തത്.